السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي الحبيب الله القليم الجاه وعلى آله وصحبه وسلم تسليما مقدر المزاد في كل وقت وحين. أما بعد، بسم الله الرحمن الرحيم. والذين آمنوا أشد حبا لله. صدق الله المولان العظيم. لا يلج النار أحد بقى من خشية الله. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ, ഞങ്ങളെ നല്ല മഹാന്മാർ ഞങ്ങളെ നോക്കു പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ ദുനിയായിൽ ധാരാളം കിട്ടുകൊണ്ടിരുന്നേ, ഇന്ന് ധാരാളം ഇൽമു നാഫി കിട്ടും. എപ്പം ഹൈരേ ചെയ്യുവാവതുണ്ടാവട്ടെ, എല്ലാം ഹൈരേ ചെയ്യുവാവതാവടും. ആവതാവണ്ടായിട്ടെങ്കിൽ എല്ലാ ബടക്കത്തിൽ ഇല്ലാണ്ടാവണ്ടേ, എല്ലാ ബടക്കത്തിൽ ഞങ്ങൾ ഇല്ലാണ്ടാവണ്ടായിട്ടെങ്കിൽ ഞങ്ങളെ ഈമാൻ പക്ക ഈമാൻ ചെന്നെങ്കിൽ ഞങ്ങളുടെ ഈമാൻ കിട്ടിയില്ലെങ്കിൽ കോത്തയില്ല. ആ നിലക്ക് ആവണ്ടായിട്ടെങ്കിൽ നമുക്ക് 5 കാര്യം നാളോട്ട് ഇക്കണം. അത് മഹാന്മാർ ചെന്നിടാറ് എന്നുള്ളത്: ഒന്ന് നിസ്കാരം, ഒന്ന് തഖ്വ, ഒന്ന് ലൈറ്റ് ഫുഡ്, ഒന്ന് കിബിറില്ലാണ്ടിക്കിടും, പിന്നൊന്ന് കഞ്ചൂസ്തനം ഇല്ലാണ്ടിക്കിടും. ഇങ്ങനെ 5 കാര്യം ഞങ്ങളിൽ അതിൻ്റെങ്കിൽ ഞങ്ങൾ എന്താ അവിടെ ഞങ്ങൾ ജിന്ദഗി പിടിച്ച് ഞങ്ങൾ ആയുഷ് മുഴുവനും യശസ്വിയാകും. വഹബ് ഇബ്നു മുനബ്ബഹ് ചെല്ല വലിയ മഹാൻ ബൈത്തുൽ മുഖദ്ദസ്ಗೆ പോയിന്റ് ബൈത്തുൽ മുഖദ്ദസ്ಗೆ പോയിന്റ് അപ്പോൾ ആ തെരുവ് ഒരു ഉദ്ധത്തൊരു മനുഷ്യരെ കണ്ടെത്തു. അയാൾ ഭയങ്കര വയസ്സായ മനുഷ്യൻ. അയാൾക്ക് സലാം ചെന്നിട്ട് ഉപദേശം നൽകിയിട്ട് ആ ഉപദേശം കേട്ടിട്ട് വഹബ് ഇബ്നു മുനബ്ബഹ് എപ്പോൾ നോക്കി നാളെ മുമ്പിൽപ്പെടാത്ത നാളില്ല. എന്തൊരുപദേശമാണ് ഇപ്പം നാ ചെന്ന പോലെ: ഒന്ന് നിസ്കാരത്തെ ഭയങ്കര ജാഗ്രത ആക്കണം. 2 അള്ളാഹുടെ തഖ്വ ഉണ്ടാക്കണം. 3 മിതമായ നിലക്ക് ഫുഡ് തിന്നണം. 4 അഹങ്കാരില്ലാണ്ടിക്കണം. 5 കഞ്ചൂസ്തന കാട്ടണ്ട ഇക്കണം. ഇതിനെ 4 ഈ നസീഹത്തിനെ കേട്ടിട്ട് മഹാനായ വഹബ് ഇബ്നു മുനബ്ബഹ് ധാരാളം ഉൾപ്പെട്ടും ചെയ്യും. കാരണം ഇതിലെല്ലാ മനുഷ്യന്മാരും ദുനിയാവും ആഖിറ 2 യശസ്സും അടങ്ങി. നിസ്കാരം അത് അള്ളാഹുവിട്ട് പൽക്ക പറ്റും. അത് ഭയങ്കര ഗ്രേറ്റസ്റ്റ് ഒരു ഇബാദത്ത്. അത് അള്ളാഹ് റസൂൽക്ക് ഒന്നല്ലേ. അതുകൊണ്ട് നിസ്കാരത്തെ ഫർളും ഷർത്തും ബാത്തിലവിടെ അറിഞ്ഞിട്ട് 4 അള്ളാഹുടെ പൽക്ക പറ്റും. ടൈം ആകുമ്പോൾ ആ പൽക്ക പരിയണം. അതിൽ യാറാക്കണം. നിസ്കാരത്തെ 5 വക്ത് നിസ്കാരം ഖളാക്കാട് നിസ്കരിക്കണം. പ്ലസ് അതിൽ യാറാക്കണം. സ്വന്തം നിസ്കാരം ഒന്നും വിടാണ്ടിക്കണം. ഉദാഹരണക്ക് ബഹ്റു 4 റകഅത്ത്, ബഹ്റിൽ പിന്നെ 4 റകഅത്ത് അർശൻ നിസ്കരിട്ട് അവന് നരകത്ത് ഹറാം നബി ചെന്തല്ലേ. അവന് സ്വർഗത്തിലൊരു ബംഗ്ല ഉണ്ട്, അത് ചെന്ത നബി. അപ്പോൾ നല്ല റവാത്തി നിസ്കാരം വിടാണ്ട് എല്ലാ നിസ്കാരത്തെ നിസ്കരിക്കണം. 5 വക്ത് നിസ്കാരം ഖളാക്കാണ്ട് കൈയുടെ പരമാവധി നിസ്കരിക്കണം. രണ്ടാമത്തെ തഖ്വ, അള്ളാഹുടെ പേടിക്കണം. ഹഖ്ഖത്തുഖാത്തി പേടിക്കും പോലെ പേടിക്കണം. കാരണം അള്ളാഹു ഞങ്ങളെല്ലാം എനി ടൈം നോക്കിയിട്ടില്ല. അതുകൊണ്ട് അള്ളാഹു ഞങ്ങളെ നോക്കിയിട്ടുള്ള അള്ളാഹു നോക്കിയിട്ട് വേണ്ടി ഞങ്ങളിട്ടില്ല എന്തെല്ലാം ഞങ്ങളോട് കേൾക്കൊണ്ട് നാളെ ആഖിറത്തിലെല്ലാം അവനെ എന്നുള്ള ബോധ ഇക്കടും. ഇതാ ഞങ്ങളെ അള്ളാഹു നോക്കിയിട്ടുണ്ട്. അത് CC ക്യാമറയിലെല്ലാം റെക്കോർഡായിട്ടുണ്ട് എന്നുള്ള വലിയ പ്രജ്ഞ, ആ ബോധ ഞങ്ങൾ നിന്നിട്ട് അള്ളാഹുടെ എല്ലാ മുതലും ഞങ്ങൾക്ക് കാണുമ്പോൾ അത് പേര് തഖ്വ. അള്ളാഹു അനിഷ്ടമായത് പറയാതുള്ള കൈയുടെ പരമാവധി ജാഗ്രത ആക്കണം. അള്ളാഹു ഇഷ്ടപ്പെട്ടതല്ല കൈയുടെ പരമാവധി ആക്കടെ പ്രവൃത്തിയിൽ അള്ളാഹുടെ ഇഷ്ടം ആക്കണം. പിന്നെ 3-ാമത്തെ എന്തോ മിതമായ
ആഹാരം അത് നമ്മൾ വന്നിട്ടുണ്ട്. നമ്മൾ ഫുഡാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഹലാലായത് അള്ളാഹ് ഇഷ്ടമായതെല്ലാം ആരും തട്ടിപ്പാക്കിയതെല്ലാം ആറ് കട വന്നിട്ട് ഇട്ടിട്ട് നമുക്ക് തിന്നു മാത്രമല്ല ആറ് കട ഉണ്ടെങ്കിലും അത് പഠിച്ചവനെ തണ്ട എന്നുള്ള 100% ചെന്ന് കൊണ്ടു തന്നില്ല വർഷം എന്നാൽ പെട്ടെന്ന് മറിച്ച് പോയി നമുക്ക് പുറത്ത് പോയിട്ടിരുന്നുള്ള കണ്ടീഷനോട് കൂടി കട കൊണ്ടു അങ്ങനെ തിന്നതല്ലേ. അതല്ലാത്തതിനക്ക് കടാക്കി കൊണ്ട് മക്കം തിന്നു മാട്ടം പിഞ്ഞി മക്കം തിന്നു മാട്ടം താണും ധാരാളം തിന്നിടന്നൊരു ഭയങ്കര ഭാരി ആഡംബര ജീവിത തിന്നിടത്തിൽ 1ാമത് സ്ഥാനം. അത് ഭയങ്കര എന്താക്കട് ഈ ഭാഗത്ത് നല്ല ആലസ്യം ഉണ്ടാക്കട് എന്താക്കട് ഭാഗത്ത് ആലസ്യം കൽബിട കഠിന ആക്കട് എല്ലാ ഈ ഭാഗത്ത് നിരുത്സാഹ ഇൻട്രസ്റ്റ് ഇല്ലതേ. പിന്നെ ആരോഗ്യം എന്താവട് ഹലാക്കാവടും ആരോഗ്യം എപ്പോൾ നോക്കിയ രോഗം എന്നപോലെ ബുഡ്രമേ ഇല്ല. ഏതുകൊണ്ടത് തിന്നത് മിതഹാര തിന്നത് കൊണ്ട് അതായത് ഫുൾ ആക്കിയത് കൊണ്ട്. പിന്നൊന്നും അഹങ്കാര കിബുറ് ചെയ്യുന്നത് ഭയങ്കര ಬೇರೆಂಗಲ ಇನ್ಸಲ್ಟ್ ಹಾಕೊಡು ಬೇರೆಂಗಲ ನಿಂದಿಕ್ಕೊಡು ಬೇರೆಂಗಲ ವಿಷയമേ പലക്കെ വരുന്നത് അത് കിബറന്മാരുടെ ലക്ഷണം. കിബറന്മാരങ്ങനല്ലേ അങ്ങ് ಬೇರೆಂಗൽ ചെറുതാക്കിടും സത്യത്തെ ധിക്കരിക്കിടും. പിന്നെ അങ്ങ് നല്ല എന്നുള്ള ധാരണകളുള്ള ഉണ്ടാവും. അത് ആണ് പോലും മനുഷ്യന്മാർ കിബറന്മാർ സ്വർഗത്തിക്ക് കടക്കില്ല എന്ന് അള്ളാഹ് റസൂൽ വെച്ചത്. അതുകൊണ്ട് അതില്ലാണ്ട് ആക്കുള്ള എല്ലാ കഴിവുണ്ടാകും. ശൈത്താൻ മനുഷ്യന്മാരെ ഏറ്റവും പിന്നെ അതുകൊണ്ട് വലയ്ക്ക് ആക്കുള്ള പ്രവൃത്തി 2 ഒന്ന് കിബറും പിന്നൊന്ന് ഹസദ് നഞ്ചി ಬೇರೆಂಗಲ ബകൽ ಬೇರೆಂಗ നല്ല ന്യാമത്ത് കിട്ടിയപ്പോൾ ഭയങ്കര നഞ്ചി അത് ഉണ്ടായിട്ടെങ്കിൽ കൊണ്ടതെല്ല ഹലാക്കും. പിന്നൊന്നെന്തോ കഞ്ചൂസ്തന അള്ളാഹ് ഇഷ്ടപ്പെട്ടതല്ല ധാരാളം ചിലവാക്കുന്ന ഇൻഷാ അല്ലാഹ് ധാരിക ഉണ്ടെങ്കിൽ പിന്നെ അള്ളാഹ് അനിഷ്ടമാദികളെ തൊന്തു വെച്ചില്ലാണ്ട് ആയിക്കൊണ്ടങ്ങ് ഉണ്ടതെല്ലാം കെട്ടി വെച്ചിട്ട് അധ്യപ്പണത്തന ചെന്നെങ്കിൽ കഞ്ചൂസ്തന കാട്ടിട്ടെങ്കിൽ നാವೆಲ್ಲ കടത് ഹലാക്കാക്കട്ടെ. അതുകൊണ്ട് ഈ ഇത് 5 കാര്യ ഈ കാര്യത്തെ ഓർത്തിട്ട് ആർപ്പിൽപ്പെട്ടു മഹാനായ വഹബ് ഇബ്നു മുനബ്ബഹ് 4 മുമ്പിൽപ്പെടാത്ത ഒരൊറ്റ 4 ആയുസ്സിലില്ല എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു ഹക്ക് ജാഹർ അതിലേക്ക് നസിഹത്താക്കിയോ ആ മഹാൻ്റെ ഹക്ക് ജാഹർക്ക് നമ്മളെല്ലാം വിളിച്ചവനെ ഇതെല്ലാം കേട്ടതുപോലെ അമൽ ചെയ്ഞ്ഞ് പ്രവർത്തിക്കും. ഞങ്ങൾ ഭാഗ്യം ഉണ്ടാക്കുക റഹ്മാൻ ഞങ്ങളും ഞങ്ങളെ പോലെ അള്ളാഹു വിളിച്ച് ഉൾപ്പെടെയുള്ള ഭാഗ്യം ഉണ്ടാക്കുക റഹ്മാൻ ആമീൻ ബറഹ്മതിക യാ റഹ്മർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.